എന്താണ് പൈൽസ്? ഫിസ്റ്റുലേക്കാളും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് പൈൽസ്. നമ്മുടെ ആനൽ കനാലിൽ വശങ്ങളിലായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആനൽ കുഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ ആനൽ കുഷനകത്ത് എന്തൊക്കെയുള്ളത്? ഇതിനകത്ത് രക്തക്കോയിലുകൾ, സ്മൂത്ത് മസിലുകൾ, അതുപോലെ ഇലാസ്റ്റിൻ, കൊളാജൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ടിഷ്യൂസും ആണുള്ളത്. നോർമലി ഇവ ഒരു സീല് പോലെ അല്ലെങ്കിൽ വാൾവ് പോലെയൊക്കെ പ്രവർത്തിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഫിങ്ക്റ്റർ മസിലുകളില്ലേ, ആ മസിലുകളുടെയൊക്കെ കൂടെ ഇവ പ്രവർത്തിച്ചിട്ട് ഇവ സ്റ്റൂളിൻ്റെ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റൂൾ അകാരണമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ആ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ടാണ് ഈ കുഷ്യൻസ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ കുഷ്യന് മുകളിലുള്ള പ്രഷർ എന്തെങ്കിലും കാരണവശാൽ കൂടുകയാണെങ്കിൽ ഇവ വണ്ണം വെക്കുകയും ഇവ സ്ട്രെച്ച് ഔട്ട് ചെയ്യുകയും പിന്നെ ഇവ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് താഴേക്ക് ബൾജ് ചെയ്ത് പുറത്തേക്ക് വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരാൾക്ക് പൈൽസ് വരിക? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആനൽ കുഷ്യന് മുകളിലുള്ള പ്രഷർ കൂടുന്ന ഏതൊരവസ്ഥയും പൈൽസിലേക്ക് എത്തിക്കും. ഉദാഹരണത്തിന് അമിതവണ്ണം ഉണ്ടാകുക, കാലങ്ങളായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം, പിന്നെ നമ്മളിത് ഒരുപാട് നേരം ഇരിക്കുന്ന ആളുകൾ, ടോയ്ലറ്റ് പോയാൽ തന്നെ ഒരുപാട് സമയം ഇരിക്കുന്ന ആളുകൾ, അതുപോലെ ഈ ഫൈബർ കണ്ടൻറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾ, വെള്ളം തീരെ കുടിക്കാത്ത ആളുകൾ, പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അഥവാ വ്യായാമമൊന്നും ചെയ്യാത്ത ആളുകൾ, ഇങ്ങനെ ഒരുപാട് പേർക്ക്, പിന്നെ പ്രഗ്നൻസി പൈൽസ് വരാനുള്ള റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ ഉള്ള ആളുകൾക്ക് പൈൽസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് പൈൽസിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഉണ്ടാവുക. ബ്ലീഡിംഗ് ആണ് പ്രധാനമായിട്ടും പൈൽസിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുക. അത് തന്നെ പെയിൻലെസ് ബ്ലീഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഈ പൈൽസ് എക്സ്റ്റേണൽ പൈൽസോ അല്ലെങ്കിൽ ഈ പൈൽസിനകത്ത് രക്തം കട്ട പിടിക്കുകയോ ചെയ്യുമ്പോഴാണ് പൈൽസിൽ വേദന വരിക. അല്ലാത്ത പക്ഷം പൈൽസിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്നത് പെയിൻലെസ്, വേദനയില്ലാത്ത ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുക. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്തോ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തോ ഒക്കെ ബ്ലഡ് വരാം. അത് കണ്ടിട്ട് പലരും പാനിക് ആവാറുണ്ട്. അതുപോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ചൊറിച്ചിലാകാം, ഇറിറ്റേഷൻ ആകാം, മ്യൂക്കസ് പോലെയുള്ള ഡിസ്ചാർജുകളാകാം, പിന്നെ ഈ സ്റ്റൂളിനോട് കൂടിയോ അല്ലാതെയോ വരുന്ന സ്വെല്ലിങ്സ്, തടിപ്പുകളുമാകാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൈൽസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുക. ഇനി പൈൽസിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഇൻറ്റേർണൽ ഹീമറോയിഡ്സ് ആയിട്ടും അതുപോലെ എക്സ്റ്റേണൽ ഹീമറോയിഡ്സ് ആയിട്ടും നമ്മൾ തരംതിരിക്കും. നമ്മുടെ ആനൽ കനാലിൽ ഡെൻഡേറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു അതിർത്തിയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പൈൽസിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഹീമറോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഡെൻഡേറ്റ് ലൈനിൻ്റെ താഴെ ഉണ്ടാകുന്ന പൈൽസിനെ